വരുന്നത്. മെസ്സി ആദ്യം വരുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഗവൺമെൻറ് ഓഫ് കേരളയാണ്, കായിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നിലമ്പൂർ ഇലക്ഷൻ്റെ തലേദിവസം പറഞ്ഞു മെസ്സി വരും കേട്ടോ എന്ന്. യെസ്. പാലക്കാട് ഇലക്ഷൻ്റെ തലേദിവസം പറഞ്ഞു മെസ്സി വരും കേട്ടോ എന്ന് വെച്ചാൽ മെസ്സി ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവരാൻ പോവുകയാണ്, ഞങ്ങളുടെ സർക്കാർ അതിനുവേണ്ടി ചില ഏർപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ കൊണ്ടുവരികയാണ്, അതിൻ്റെ നേട്ടം ഞങ്ങൾ അവകാശപ്പെടുന്നു, ഞങ്ങൾക്ക് വേണം എന്ന മട്ടിൽ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനോടാണ് നമ്മുടെ ചോദ്യം. സ്പോൺസർ അവിടെ നിൽക്കട്ടെ, അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകൾ, അതിനകത്ത് കുറേ മിസ്സിലിങ്സ് ഉണ്ട്. നേരത്തെ അജ്മസ് പറഞ്ഞത് വി അബ്ദുറഹ്മാൻ എന്ത് പറയുന്നു? മെസ്സി വരുമോ? മെസ്സി വരില്ലെങ്കിൽ എന്തുകൊണ്ട് വരില്ല എന്ന് കേരളത്തോട് പറയാനുള്ള ബാധ്യത ആർക്കാണ്? വി അബ്ദുറഹ്മാനാണ്, ഈ സർക്കാരിനാണ്. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നു, സർക്കാരിൻ്റെ പദ്ധതിയാണ് ശരിക്കും ഇത്. അതിന് സർക്കാർ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങൾക്ക് അത്യാവശ്യമുള്ള പണം എടുത്ത് മെസ്സിയെ കൊണ്ടുവരാൻ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കും. സർക്കാരിൻ്റെ ഒരു ആദ്യത്തെ ഉത്തരവാദിത്വം, രണ്ടാമത്തെ ഉത്തരവാദിത്വം അല്ല ഇപ്പോഴത്തെ സാമ്പത്തിക ക്രൈസിസിൻ്റെ ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്തു വേറെ ആരെയും ഏൽപ്പിച്ചു. വേറെ ആരെയും ഏൽപ്പിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു കമ്പനിയെ ഏൽപ്പിച്ചു. ആ കമ്പനി കളമശ്ശേരിയിലുള്ള കമ്പനി. ആ കമ്പനിയെ എങ്ങനെ ഏൽപ്പിച്ചു? ആ കമ്പനിയിലേക്ക് പോകാനുള്ള കണക്ഷൻ എന്താണ്? സർക്കാർ വല്ല ടെൻഡർ കൊടുത്താണോ? സർക്കാർ എന്തൊക്കെ പാരാമീറ്റേഴ്സും ക്രൈറ്റീരിയ പരിഗണിച്ചാൽ കൊടുത്തു? അതൊന്നും നമുക്കറിയില്ല. ഒരു സുപ്രഭാതത്തിലൊരു കമ്പനി വരുന്നു, ഞങ്ങളാണ് നടത്താൻ പോകുന്നത് പറഞ്ഞു, ഗവൺമെൻറ് ഞങ്ങളുമായിട്ട് ടൈപ്പാണെന്ന് പറഞ്ഞു, അവരെങ്ങനെയോ തമ്മിൽ കണക്റ്റായി. അതിനൊക്കെ എന്താണ് അതിൻ്റെ വഴി, എന്താണ് അതിൻ്റെ നിയമപരമായ വഴി, ചട്ടം നമുക്കാർക്കും അറിയില്ല. ഒരു ദിവസം അവരാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് അവർ ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നു, എല്ലാ രേഖകളും ഉണ്ടെന്ന് പറയുന്നു. ഇന്നിപ്പോൾ വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ രേഖകളുടെ കെട്ടൊക്കെ ഉണ്ട്, പക്ഷേ എവിടെയും കാണിച്ചൊന്നുമില്ല, എവിടെ എക്സിബിറ്റ് ചെയ്തിട്ടില്ല, അവർ കണ്ടിട്ടില്ല. അപ്പോൾ 130 കോടി രൂപ കൊടുത്ത ശേഷം ഇവരുടെ വെയിറ്റ് ചെയ്യാണ് വെറുതെ. ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. 130 രൂപ കൊടുത്ത കേസിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, എന്തിനാണ് കൊടുത്തെന്നുള്ളത് ഇല്ലേ? 130 കോടി രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ഒന്നും പറയുന്നില്ല അവരത്രേ. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമോ? അപ്പോൾ 130 കോടി രൂപ മേടിച്ച ഒരു അസോസിയേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാതിരിക്കുമോ? നമുക്ക് 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യാം. എന്താ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 130 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റും ഒരു ആശയവിനിമയമാണ്. അതിനകത്ത് നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം. അപ്പോൾ അവരൊരു ദിവസം ഈ പൈസ മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ വരില്ല എന്ന് പറയുമോ? അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൈസ കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരണം. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിൽ വരുന്ന വിവാദം എന്താണ്? പ്രോപ്പറായി പൈസ കൊടുക്കുന്നില്ല, സമയത്ത് പൈസ കൊടുത്തിട്ടില്ല. സമയത്ത് പൈസ കൊടുക്കാത്തത് കാരണം ഉണ്ടാകുന്ന പ്രശ്നം ചോദിച്ചാൽ അവർക്ക് അവരുടെ ഷെഡ്യൂൾ ഉറപ്പിക്കാൻ പറ്റാതെ വരും. കാരണം അർജൻറ്റീനൻ ടീമും മെസ്സി എന്നൊക്കെ പറഞ്ഞാൽ തലേദിവസം ഷോർട്ട് നോട്ടീസിൽ വിളിച്ചാൽ അവർക്ക് എവിടെ വരാൻ പറ്റില്ല. അവർക്ക് ദീർഘകാലം മുമ്പുള്ള കോൺട്രാക്റ്റ് ആവശ്യമുണ്ട്. നമ്മളാവട്ടെ നമ്മുടെ പല കാര്യങ്ങൾ പറഞ്ഞും നമ്മുടെ ഈ RBI ഇഷ്യൂ ഒക്കെ പറഞ്ഞ് വൈകി കൊടുത്തിട്ടുണ്ടാവണം. കൊടുത്തപ്പോൾ അവർക്ക് ഈ വർഷം ഷെഡ്യൂളില്ല, അടുത്ത വർഷത്തേക്ക് നീട്ടി വെച്ച് കാണും. വരില്ല എന്നൊക്കെ അവരിപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, കാരണം ഇവരാണ് വൈകിപ്പിച്ചത്. അപ്പോൾ ഈ വർഷമോ അടുത്ത വർഷം വന്നിട്ട് കാര്യമില്ല. കാരണം അടുത്ത വർഷം അർജൻറ്റീന ഉണ്ടാകുമോ, അവസാനത്തെ സെമിയെങ്കിലും അവർ കടക്കുമോ, അല്ലെങ്കിൽ ഫൈനലിൽ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. ആ ടീം വന്നിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ തവണ ഫൈനലിൽ കളിച്ച ടീം വരുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ ടീമിൽ തന്നെ പലരും ഇപ്പോൾ ഇല്ല. അവരെല്ലാം കൊണ്ടുവരുന്നുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ കാണേണ്ട ഒരു കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത്. എങ്ങനെയാണ് ഈ കോൺട്രാക്റ്റ് ഒരു കമ്പനിക്ക് കൊടുത്തത്? ആ കമ്പനി ഇതിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് നമ്മുടെ ഈ കോൺട്രാക്റ്റ് എടുത്തുകൊണ്ട് ഇവിടേക്ക് വരാൻ പറ്റാതിരുന്നത്? അത് നമ്മുടെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ? അങ്ങനെ ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ച് പറ്റിക്കുന്ന ഒരു അസോസിയേഷനാണോ അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ? എന്നൊരു കറക്ക് കമ്പനിയാണ് അതെന്നൊക്കെ ഇന്ന് ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് അറിയാമല്ലോ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ എന്താണ്, അവരുടെ ടൂർ എന്താണ്, അവരുടെ രീതി എന്താണ് എന്നതിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന നാട്ടുകാരുള്ള നാടാണ് കേരളം. അവിടെ നമുക്കൊന്നും എന്താ പറയുക, ഒരു പരിധിയിലപ്പുറം ഒന്നും നമുക്കൊരു പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തതയുള്ള വിശദാംശങ്ങൾ, ഇനി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് പോലും കേരളത്തിന് മുമ്പ് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് പ്രൈവറ്റ് കമ്പനിയാണ്. ആ കമ്പനിയോട് നിങ്ങൾ കൊടുത്ത കാശിൻ്റെ കണക്കൊന്നും ചോദിക്കാൻ നമുക്ക് ബാധ്യതയൊന്നുമില്ല. ബാധ്യതയിൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ റൈറ്റും ഇല്ല. നമുക്ക് ചോദിക്കാനുള്ള ആരോടാണ്? വി അബ്ദുറഹ്മാനോടാണ്. നിങ്ങൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ, ഇപ്പോൾ ആ കമ്പനി അവകാശപ്പെടുന്നത് മെസ്സി ഇവിടെ കൊണ്ടുവരുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് അതിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ്. ഗവൺമെൻറ് പറയണം എന്തുകൊണ്ട് ഇത് നടന്നില്ല. അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പറ്റിച്ചതാണോ ഇല്ലയോ, അതോ ശരിക്കും പൈസ കൊടുത്തിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ ആർക്കെങ്കിലും പൈസ കൈമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശവും ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അല്ല, അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. രണ്ടാമത് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഈ പ്ലാൻ തന്നെ എന്തുമാത്രം പോസിബിളാണ്. മൊത്തത്തിൽ ഈ പറഞ്ഞ മിസ്സിലിങ്സിൻ്റെ കൂടുതലാണ്. ഈ 50 കിലോമീറ്റർ ദൂരം മെസ്സിയെപ്പോലെ ലോകത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു മനുഷ്യൻ വെയിലും കൊണ്ട് ബസ്സിൻ്റെ പുറത്ത് നിൽക്കുമെന്ന് ദിവ്യ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും. രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും പോലും നിൽക്കില്ല. അവരൊരു സ്ഥലത്തേക്ക് വന്നാൽ അവർ ഇന്നോവയിൽ വന്നിറങ്ങും, അവിടെ ഒരു ചെറിയ റോഡ് ഷോ നടത്തും. പിന്നെ അടുത്ത കേരള യാത്ര കണ്ടിരുന്നു, നവ കേരള മാർച്ചും കേരള രക്ഷാ മാർച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. 50 കിലോമീറ്റർ ദൂരം ആരെങ്കിലും നിൽക്കുന്നത് കണ്ടുണ്ടോ? തുറന്ന ബസ്സിലേ. അപ്പോൾ അതിനുണ്ടാകുന്ന അയാൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം നോക്കണ്ടേ, അയാൾക്കുണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂ നോക്കണ്ടേ? 50 കിലോമീറ്റർ ദൂരം പോകുമ്പോൾ പ്രശ്നം ഉണ്ടായാൽ ഹെലികോപ്റ്റർ ഉണ്ട്, 6 ഹെലികോപ്റ്ററുകൾ പിന്തുടരും. റോഡ് സൈഡിലെ 1 കോടി ആളുകൾക്ക്, 1 കോടി എന്നൊക്കെ പറഞ്ഞ എണ്ണം എത്രയെന്നറിയാം?
ആളുകൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. കേരളത്തിലാകെ 3.4 കോടി ആൾക്കാരേ ഉള്ളൂ. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമായിരിക്കും. വന്നാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഈ സംസ്ഥാനം നിന്ന് പോകും. അപ്പോൾ കുറേ കണക്ക് പറയുക, ഇങ്ങനെ കുറേ ഇത് നിൽക്കുക. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം 45 ദിവസം കൊണ്ട് ഓക്കെ ആക്കുമെന്നാണ്. എങ്ങനെ പറ്റും? അവർ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന ഒരു ടീമാണ്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും നടത്തുന്ന കോംപ്രമൈസ് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള സ്ഥലത്ത് പോയി അവർ കളിക്കാൻ തയ്യാറാവും? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഈ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലോജിക്കൽസ് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇതിനകത്ത് വലിയൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നും നടത്തേണ്ട കാര്യമില്ല. അത് വലിയൊരു ടീമാണ്. ആ ടീമുമായിട്ട് നമ്മൾ പരമാവധി സംസാരിക്കാൻ ശ്രമിച്ചു. സംഗതി നടന്നില്ല. നമുക്കിനി ബെറ്റർ നെക്സ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറയുന്നതിന് എന്തിനാണ് മടി? കാരണം കേരളത്തിൽ ഈ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ മനുഷ്യന്മാർക്ക് അറിയാം മെസ്സി വരാൻ പോകുന്നില്ല. അറിയാവുന്ന ഇപ്പോഴും ഈ നിമിഷത്തെ യാഥാർത്ഥ്യം അയാൾ വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന പ്രൈവറ്റ് കമ്പനി MD-ക്കുടെയും സംസാരത്തിൽ മനസ്സിലാവുന്നവരും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് സമ്മതിച്ചാൽ പറയും. അത് സമ്മതിക്കുന്നുണ്ട് എന്താണ് നഷ്ടം? എല്ലാവരുടെയും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസ ഭരിച്ചിട്ട് മെസ്സിയെ കൊണ്ടുവരാൻ ഏറ്റ പരിപാടിയൊന്നും അല്ലല്ലോ. അങ്ങനത്തെ ലയബിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. വരാൻ പറ്റില്ല. നമ്മൾ ശ്രമിച്ചു നോക്കി വരാൻ പറ്റില്ല. അതിന് ഇത്ര ഇത് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് മുതലെടുക്കാൻ ശ്രമിച്ച് ഗവൺമെൻറ് ഇതിന് ഉത്തരം പറയണമെന്നാണ് എനിക്ക് പറയുന്നത്.